പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവൻ നമുക്ക് നൽകിക്കൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവൻ ഓരോ മനുഷ്യൻ്റെയും ജീവനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അവൻ്റെ ആത്മാവിനെ അവിടുന്ന് സ്വന്തമാക്കിക്കൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹം അനുഭവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന വലിയൊരു തടസ്സമാണ് നിരാശ. നിരാശ മാത്രമല്ല, ദൈവവചന ലംഘനം നടത്തിക്കൊണ്ട് പാപകരമായ ജീവിതം നയിക്കുന്നു. ദൈവം പറഞ്ഞ വചനം അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം തോന്നുന്നതുപോലെ ജീവിച്ചുകൊണ്ട് ഈ ആത്മാവിനെ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ആത്മാവിനെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു വലിയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ അയോഗ്യയാണ് എന്നുള്ള ചിന്തയൊക്കെ മാറ്റി, നമ്മുടെ നിരാശയൊക്കെ ഇന്ന് മാറ്റി നമ്മൾ പ്രത്യാശയിലേക്ക് വരണം. കാരണം ഇതെൻ്റെ അവകാശമാണ്. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കുവാൻ ഞാൻ അർഹതയുള്ളവനാണ്. എനിക്കതിനുള്ള അവകാശമുണ്ട്. ഒരു മകനെ സംബന്ധിച്ച് മകന് അപ്പൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്. അപ്പൻ്റെ സ്വത്തിൽ അവന് അവകാശമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ സ്വത്തിൻ്റെ ഭാഗമാണ് അവിടുത്തെ ജീവൻ, അവിടുത്തെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ തിരുവചനം അവിടുന്ന് പറയുകയാണ്. അപ്പസ്തോല പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ഇവിടെ പറയാണ്, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും. കണ്ടോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവമക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള ആഗ്രഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടത്. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനം? ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകാമെന്നുള്ളതാണ്. പലരും വാഗ്ദാനം എന്ന് പറയുന്നത് മറ്റു പലതും കിട്ടുമെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ആദ്യം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. 38-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നൽകുക എന്ന് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവിനെ നൽകുന്ന കാര്യമാണ് തുടർന്ന് പറയുന്നത്. ഈ വാഗ്ദാനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾക്കും, എനിക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾക്കും, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും, കണ്ടോ, മക്കൾക്ക്. അപ്പോൾ ചിലർ വിചാരിക്കുകയാണ്, അപ്പനും അമ്മയും മാമോദിസ സ്വീകരിച്ചു, സ്നാനം സ്വീകരിച്ചു, അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, മക്കൾ സ്നാനം സ്വീകരിച്ചിട്ടില്ല, അവർക്ക് കിട്ടുമോ? സ്നാനം സ്വീകരിച്ച് കിട്ടിയില്ല, പക്ഷേ ആ വാഗ്ദാനം, ദൈവം നൽകിയ വാഗ്ദാനം ആ മക്കൾക്കും കിട്ടും. ആ മക്കൾക്ക് കിട്ടുന്നപ്പോഴാണ് ആ മക്കൾ അവരുടെ അടുത്തേക്ക് തിരിയുമ്പോഴാണ്. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയുമ്പോൾ ആ വാഗ്ദാനം അവരുടെ ജീവിതത്തിലും പൂർത്തീകരിക്കപ്പെടും. ഇത് ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്. നിങ്ങൾക്കും 1, 2, നിങ്ങളുടെ സന്താനങ്ങൾക്ക്. എനിക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എൻ്റെ മക്കൾക്കും കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, കർത്താവിന് വേണ്ടി നെട്ടോട്ടമോടുന്ന, കർത്താവിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരം പിടിച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ആത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ
അവരുടെ സന്താനങ്ങൾക്ക് ദൈവം ആ ആത്മാവിനെ കൊടുക്കുമെന്നത് ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. മനുഷ്യൻ പലതരത്തിലുള്ള വാഗ്ദാനം ചെയ്യും. പക്ഷേ ആ മനുഷ്യൻ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാലും മനുഷ്യന് അവൻ വിശ്വാസവഞ്ചന ചെയ്യും. മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അവൻ വിശ്വാസവഞ്ചന ചെയ്യും. കാരണം മനുഷ്യൻ അവിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മാറ്റിമറിക്കുവാൻ ഈ പ്രപഞ്ചത്തിലുള്ള ആർക്കും സാധ്യമല്ല. എന്നാൽ മനുഷ്യൻ്റെ വിശ്വസ്തതയെ മാറിമറിക്കുവാൻ നിമിഷ നേരം കൊണ്ട് ആ വിശ്വസ്തതയൊക്കെ നഷ്ടപ്പെടും. എത്ര വിശ്വസ്തതയായിട്ട് ജീവിച്ചു കഴിഞ്ഞാലും ശരി, നാടൻ ഭാഷ പറഞ്ഞാൽ അച്ചിക്ക് ഇച്ച വഴയ്ക്കുമ്പോൾ പലരും ആ വിശ്വസ്തതയൊക്കെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും, അവർക്ക് മാത്രമാണ്, വിദൂരസ്ഥർക്ക്. ഈ വിദൂരസ്ഥർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും മൂല കിടക്കുന്ന വ്യക്തി മാത്രമല്ല വിദൂരസ്ഥർ. അല്ലെങ്കിൽ അന്ത്യോക്യ, അല്ലെങ്കിൽ പൗരസ്ത്യദേശം, പാശ്ചാത്യദേശം, ഇങ്ങനെ ആ മേഖലയുമായിട്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലസ്തീന, ഇതുപോലെ ആ ദേശം മാത്രമല്ല, ആ ദേശത്ത് എന്ന് പറയുമ്പോഴാണ് വിദൂരസ്ഥർ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളൊരു വിദൂരസ്ഥരാണ്. അവർക്ക് മാത്രമല്ല, ഈ വിദൂരസ്ഥർ എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്ന് വിദൂരത്തായിരിക്കുന്ന, ദൈവത്തെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ആ ദൈവത്തെ സ്വന്തമാക്കാതെ വിദൂരത്തിലേക്ക് പോയ ആ വ്യക്തികൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ് ഈ പരിശുദ്ധാത്മാവ്. ദൈവം തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന സകലർക്കുമുള്ളതാണ് ഈ പരിശുദ്ധാത്മാവ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ വാഗ്ദാനം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവ് തന്നിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ആത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറച്ച് അഭിഷേകം ചെയ്യണമേ. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടുന്ന് മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.